നോക്കാം പ്രധാന വാർത്തകൾ. മുംബൈ ഭീകരാക്രമണ കേസിലെ പ്രതി തഹാവൂർ ഹുസൈൻ റാണ അറസ്റ്റിൽ. ഔദ്യോഗികമായി സ്ഥിരീകരിച്ച എൻഐഎ കോടതിയിൽ ഓൺലൈനായി ഹാജരാക്കും. റാണ കനേഡിയൻ പൗരനെന്നും 2 പതിറ്റാണ്ടായി പാക് പൗരത്വം പുതുക്കിയിട്ടില്ല എന്നും പാകിസ്ഥാൻ. ഭാരതത്തിൽ ഭീകരാക്രമണം നടത്തി ലോകത്തെവിടെ പോയി ഒളിച്ചാലും തിരികെ കൊണ്ടുവന്ന് ശിക്ഷ വാങ്ങിക്കൊടുക്കുമെന്ന് NSG കമാൻഡോ ശൗര്യചക്ര മനീഷ്. തഹാവൂർ റാണയെ തിരികെ എത്തിച്ചത് ഭാരതത്തിന്റെ വിജയമെന്നും മനീഷ് ജനം ടിവിയോട്. ജനം എക്സ്ക്ലൂസീവ്. അത് നമുക്ക് മറ്റുള്ള അന്താരാഷ്ട്ര കോടതിയെ ബോധിപ്പിക്കാനും അന്താരാഷ്ട്ര കോടതി അത് സത്യമാണെന്ന് തെളിഞ്ഞുകൊണ്ട് അദ്ദേഹത്തെ ഇന്ത്യക്ക് കൈമാറാനും വന്നു. അത് നമ്മുടെ രാജ്യത്തിൻ്റെ ഏറ്റവും വലിയ ഒരു കരുത്താണ്. അതൊരു ചങ്കുറപ്പാണ്. കാരണം ലോകത്തിൻ്റെ ഏത് കോണിലുണ്ടായാലും നമ്മുടെ രാജ്യത്തിൻ്റെ അകത്ത് വന്ന് ആക്രമണം നടത്താൻ വന്നാലും ഏതെങ്കിലും തരത്തിൽ നിങ്ങൾ അതിൽ ഒരു പങ്കാളിയായിട്ടുണ്ടെങ്കിലും രാജ്യത്തിൻ്റെ ലോകത്തിൻ്റെ ഏത് കോണിലായാലും തഹാവൂർ റാണ കേരളത്തിലും എത്തിയതായി വിവരം ലഭിച്ചിരുന്നുവെന്ന് മുൻ DGP ലോക്നാഥ് ബെഹ്റ. റാണ കൊച്ചിയിൽ വന്നത് അടക്കമുള്ള തെളിവുകൾ അന്ന് കിട്ടിയിരുന്നു. ഡേവിഡ് ഹെഡ്ലിയെ ചോദ്യം അമേരിക്കയിൽ ചെയ്തപ്പോൾ റാണയെക്കുറിച്ച് പറഞ്ഞിരുന്നുവെന്നും ബെഹ്റ. പാകിസ്ഥാന് കനത്ത മുന്നറിയിപ്പുമായി ഭാരതം. അതിർത്തിയിൽ സമാധാനം തകർക്കുന്ന നീക്കങ്ങളിൽ നിന്നും പിന്തിരിഞ്ഞില്ലെങ്കിൽ തിരിച്ചടിക്കും. സമാധാനമാണ് ആഗ്രഹിക്കുന്നതെന്നും പൂഞ്ചിൽ നടന്ന ചർച്ചയിൽ താക്കീത്. ചൈനയുടെ അധിക താരിഫിൽ വീണ്ടും വർധന. ചൈനീസ് ഉൽപ്പന്നങ്ങൾക്ക് 125% താരിഫ്. നടപടി അമേരിക്കൻ ഉൽപ്പന്നങ്ങൾക്ക് 84% പിന്നാലെ. മുംബൈ ഭീകരാക്രമണ കേസിലെ പ്രതി തഹാവൂർ ഹുസൈൻ റാണയെ ഡൽഹിയിലെത്തിച്ചു. അറസ്റ്റ് രേഖപ്പെടുത്തി. ഔദ്യോഗികമായി NIA ഇക്കാര്യം സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഗൗതം അനന്തനാരായണൻ ചേരുന്നു വിവരങ്ങളുമായി. ഗൗതം, ഏറ്റവും പുതുതായി ലഭിക്കുന്ന വിവരം തഹാവൂർ റാണയെ ഡൽഹിയിൽ എത്തിച്ചതിന് ശേഷം അറസ്റ്റ് രേഖപ്പെടുത്തി എന്നുള്ളത് തന്നെയാണ്. ഇനി എങ്ങോട്ടാണ് റാണയെ ആദ്യമായി കൊണ്ടുപോവുക എന്നൊരു ചോദ്യം അവിടെ അവശേഷിക്കുന്നുണ്ട്. പക്ഷേ ഇപ്പോഴും NIA ഇക്കാര്യം സ്ഥിരീകരിച്ചിട്ടില്ല എന്ന് തന്നെയാണല്ലേ? ദേവിക, വൈകുന്നേരത്തോടു കൂടിയാണ് ഇത് സംബന്ധിച്ചുള്ള സ്ഥിരീകരണം ദേശീയ അന്വേഷണ ഏജൻസി നടത്തുന്നത്. നിലവിൽ പാലം എയർപോർട്ടിനകത്ത് തന്നെ, എയർബേസിനകത്ത് തന്നെയാണ് തഹാവൂർ റാണ ഉള്ളത്. അവിടെ ഒരുപക്ഷെ മെഡിക്കൽ പരിശോധനയാകാം പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ എയർപോർട്ടിനകത്ത് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന നടപടിക്രമങ്ങൾ എന്തൊക്കെയാണ് എന്നത് സംബന്ധിച്ചുള്ള വിശദീകരണം NIA മാധ്യമങ്ങൾക്ക് നൽകിയിട്ടില്ല. NIA വിശദീകരിക്കുന്നത് ഈ തഹാവൂർ റാണ എന്ന ഭീകരനെയും വഹിച്ചുകൊണ്ടുള്ള വിമാനം നമ്മുടെ രാജ്യതലസ്ഥാനത്ത് പ്രത്യേകിച്ച് പാലം എയർബേസിൽ അവിടെ ലാൻഡ് ചെയ്തു എന്ന വിവരണം മാത്രമാണ് NIAയുടെ ഈ ഒരു വിശദീകരണ കുറിപ്പിനകത്ത് ഉള്ളത്. അതിനുശേഷമുള്ള ഒരുപക്ഷെ മെഡിക്കൽ ഉൾപ്പെടെയുള്ള നടപടിക്രമങ്ങൾ ഇപ്പോൾ ഈ പാലം എയർബേസിനകത്ത് നടക്കുന്നുവെന്ന് നമുക്ക് വിവരങ്ങൾ ലഭ്യമാണ്. മാത്രമല്ല, ഈ ഡൽഹിയിൽ എത്തിച്ച ഉടൻ തന്നെ NIA അറസ്റ്റ് രേഖപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. ഇനിയും സ്വാഭാവികമായും കോടതി നടപടിയാണുള്ളത്. കാരണം ഒരു പ്രതിയെ കൊണ്ടുവരുന്ന സമയത്ത് സ്വാഭാവികമായും കസ്റ്റഡിയിൽ എടുക്കണമെങ്കിൽ കോടതിയുടെ അനുമതി വേണം എന്നതാണ് നിയമം. അതിനാൽ NIA കോടതിയിൽ ഓൺലൈൻ മാർഗം ഹാജരാക്കുകയാണ്. അതല്ലാതെ ഇനി ഈ വൈകിയ സമയത്ത് അല്ലെങ്കിൽ പട്ടിയാല കോടതിയിലേക്ക് നേരിട്ട് എത്തിച്ച് ഹാജരാക്കുന്ന ഒരു നീക്കത്തിന് NIA ശ്രമിക്കത്തില്ല. മറിച്ച് ഓൺലൈൻ മാർഗം ഹാജരാക്കിയ ശേഷം NIA കസ്റ്റഡി കാലാവധി കോടതിയോട് ആവശ്യപ്പെടും. സ്വാഭാവികമായും കോടതി ഇത്ര ദിവസത്തേക്ക് കസ്റ്റഡിയിലേക്ക് വിടുകയും അതിനുശേഷം പിന്നീട് ചോദ്യം ചെയ്യൽ വിശദമായി ആരംഭിക്കുകയും ചെയ്യും. 12-അംഗ സംഘമാകും ഈ കൊടും ഭീകരനെ ചോദ്യം ചെയ്തത്. നേരത്തെ നമ്മൾ ചർച്ച ചെയ്തതുപോലെ വിവിധ വിഷയങ്ങളെപ്പറ്റി ചോദ്യം ചെയ്യും. അതിലൊന്ന് പാകിസ്ഥാന്റെ ചാരസംഘടനയായ ISIക്കുള്ള പ്രധാനപ്പെട്ട റോൾ എന്തായിരുന്നു ഈ മുംബൈ ഭീകരാക്രമണത്തിൽ എന്നത് സംബന്ധിച്ചാണ്. കാരണം ISIയുടെ പ്രധാനപ്പെട്ട മേജർമാരിൽ ഒരാളായിട്ടുള്ള മേജർ ഇക്ബാൽ ഉൾപ്പെടെയുള്ളവർ മുംബൈ ഭീകരാക്രമണം ആസൂത്രണം ചെയ്തവരുടെ പട്ടികയിൽ ഉണ്ട് എന്നത് സംബന്ധിച്ചുള്ള കണ്ടെത്തൽ നേരത്തെ തന്നെ ഭാരതം നടത്തിയ. അതിനാൽ പാകിസ്ഥാന്റെ ചാരസംഘടനയായിട്ടുള്ള ISI മുംബൈയിൽ 2008 നടന്ന ഭീകരാക്രമണം മാത്രമല്ല, UPA സർക്കാർ രാജ്യത്ത് അധികാരത്തിലിരുന്ന ഘട്ടത്തിൽ നമ്മുടെ ദേശത്ത് നടന്നിട്ടുള്ള വിവിധ ഭീകരാക്രമണങ്ങൾ, അത് ഡൽഹിയിൽ തുടർച്ചയായി ഉണ്ടായ ഭീകരാക്രമണങ്ങൾ, അത് കൂടാതെ മുംബൈയിൽ ഉണ്ടായിട്ടുള്ള ആക്രമണങ്ങൾ, വിശേഷിച്ച് 2008 നവംബർ മാസം 26-ന് ഉണ്ടായ വലിയ ഭീകരാക്രമണം. അപ്പോൾ ഈ വിഷയങ്ങളിലൊക്കെ ഈ
പാകിസ്ഥാൻ സംഘടനയായ ഐഎസ്ഐക്കുള്ള ബന്ധം എന്താണ് എന്നത് സംബന്ധിച്ചുള്ള വിശദമായ ചോദ്യം ചെയ്യൽ ഈ തഹാവൂർ റാണയുമായി ബന്ധപ്പെട്ട് നടക്കും. അതോടൊപ്പം തന്നെ പാകിസ്ഥാൻ ഭീകര സംഘടനയായ ലഷ്കർ ഇ തോയ്ബ അതിന്റെ ഏതൊക്കെ തലവന്മാരാണ് ഈ ഭീകരാക്രമണം ആസൂത്രണം ചെയ്തത് സംബന്ധിച്ചുള്ള ചോദ്യം ചെയ്യലുകൾ ഉണ്ടാകും. അങ്ങനെ വിവിധ വിഷയങ്ങളിൽ തേടുന്ന ഉത്തരങ്ങൾ തീർച്ചയായും തഹാവൂർ റാണയെ ചോദ്യം ചെയ്യുന്നതിലൂടെ ലഭിക്കും എന്ന ഉത്തമമായ വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ അമേരിക്കയിൽ ഈ കൊടും ഭീകരനെ ഇപ്പോൾ നമ്മുടെ രാജ്യ തലസ്ഥാനത്തേക്ക് എത്തിച്ചിരിക്കുന്നത്. അതിനാൽ ഇനിയും കോടതി ഹാജരാക്കുന്ന ഘട്ടത്തിൽ ഇത്ര ദിവസത്തേക്കുള്ള കസ്റ്റഡി കാലാവധി NIA ആവശ്യപ്പെടുന്നു. അത് കൃത്യമായി കോടതി നൽകുകയും ചെയ്യും. അതിനുശേഷമാകും പിന്നീട് ഈ 12 അംഗ സംഘം ഇയാളെ ചോദ്യം ചെയ്യൽ ആരംഭിക്കുന്നത്. ദേവിക. ശരി, ഐസൻ ജോസ് കൂടി ചേരുന്നുണ്ട് വിവരങ്ങളുമായി. ഐസൻ, ഇപ്പോൾ തഹാവൂർ ഹുസൈൻ റാണയുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുകയാണ്. വളരെയധികം രഹസ്യ സ്വഭാവമുള്ളൊരു സംഭവമായി തന്നെ ഇതിനെ കാണാൻ സാധിക്കും. കാരണം എവിടേക്കാണ് റാണയെ കൊണ്ടുപോകുന്നത്, അങ്ങനെയുള്ള ഒരു വിവരങ്ങളും എന്നെ ഈ ഒരു ഘട്ടത്തിൽ ഡിസ്ക്ലോസ് ചെയ്യാൻ തയ്യാറാകുന്നില്ല എന്നതിൻ്റെ പ്രധാന കാരണം തന്നെ ഇയാൾക്കെതിരെ ആക്രമണം ഉണ്ടാകാനുള്ള സാധ്യതകൾ വളരെയധികം കൂടുതലാണ്. മാത്രവുമല്ല, ഒരു കൊടും ഭീകരനെ ഭാരതത്തിലെത്തിക്കുമ്പോൾ വളരെയധികം സുരക്ഷാ ക്രമീകരണങ്ങൾ ഈ ഒരു ഘട്ടത്തിൽ ഉണ്ട് എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ലല്ലോ. തീർച്ചയായും ദേവിക, അതീവ രഹസ്യ സ്വഭാവത്തോടെ ഇയാളെ നാട്ടിലെത്തിക്കുകയും അതുപോലെ തന്നെ നാട്ടിലെത്തിച്ചതിന് ശേഷമുള്ള നടപടി, അതായത് ഭാരതത്തിലെത്തിക്കുകയും അതിനുശേഷമുള്ള നടപടികൾ പുരോഗമിക്കുകയും ചെയ്യേണ്ടത് അനിവാര്യമാണ് എന്ന് തന്നെയാണ് ഈ സൂചനകളെല്ലാം തന്നെ NIAയുടെ സൂചനകളിൽ നിന്നെല്ലാം തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നമുക്കറിയാവുന്നതാണ് ഈ കേസിൽ, അതായത് ഏപ്രിൽ 4-ാം തീയതിയാണ് അന്തിമമായ തഹാവൂർ റാണക്ക് നൽകിയ കേസിൽ അന്തിമമായൊരു തീരുമാനമുണ്ടാകുന്നത് US സുപ്രീം കോടതിയുടേത്. അത് 7-ാം തീയതിയാണ് പ്രഖ്യാപിക്കുകയും ചെയ്തത്. സ്വാഭാവികമായും ഇന്ന് 10-ാം തീയതിയിലേക്ക് എത്തിയിരിക്കുന്നു. 4-ാം തീയതി മുതൽ 6 ദിവസം വരെയുള്ള സമയം ഇയാൾ ഇവിടെ ഭാരതത്തിലേക്ക് എത്തുന്നത് സംബന്ധിച്ച കൃത്യമായ ഒരു സൂചന, ഇയാൾക്ക് ശത്രുക്കളുണ്ടെങ്കിൽ തീർച്ചയായും നമുക്കറിയാവുന്നതാണ്, നേരത്തെ ഗൗതം സൂചിപ്പിച്ചതിൽ നിന്നും വളരെ കൃത്യമായ വിവരങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. ISIയുടെ ഇൻവോൾവ്മെൻറ്റും അതുപോലെ തന്നെ മേജർ ഇക്ബാലിൻ്റെ ഇൻവോൾവ്മെൻറ്റും എല്ലാം തന്നെ വളരെ കൃത്യമായി അറിയുന്ന ഒരു കുറ്റവാളി അല്ലെങ്കിൽ കൊടും ഭീകരനാണ് ഈ തഹാവൂർ റാണ എന്നതുകൊണ്ട് തന്നെ അയാളെ ഇല്ലാതാക്കുക എന്നത് കൃത്യമായൊരു ലക്ഷ്യമായിരിക്കും. അത് അന്തിമമായ തെളിവ്, പാകിസ്ഥാനെതിരായ തെളിവ് ഇല്ലാതാക്കുക എന്നൊരു ലക്ഷ്യം തന്നെയായിരിക്കും. ആ ലക്ഷ്യം നടപ്പാക്കുന്നതിന് വേണ്ടി ഇയാളുടെ ജീവൻ എടുക്കാനുള്ള നീക്കങ്ങൾ സ്വാഭാവികമായും ഉണ്ടാകും. അത് പ്രാഥമികമായി മനസ്സിലാക്കാവുന്ന ഒരു കാര്യം. അത് ഏത് രീതിയിലുള്ള ആക്രമണമായിരിക്കും നടക്കുക എന്ന രീതിയിലുള്ള അത്തരത്തിലുള്ള ഗുരുതരമായ സുരക്ഷാ പ്രശ്നങ്ങളെല്ലാം തന്നെ ഉള്ളൊരു സാഹചര്യത്തിലാണ് അതീവ രഹസ്യ സ്വഭാവത്തിൽ ഇയാളെ കോടതിയിൽ ഹാജരാക്കാനും അല്ലെങ്കിൽ അത്തരത്തിലുള്ള നടപടിക്രമങ്ങളിലേക്കെല്ലാം തന്നെ നീങ്ങുകയും ചെയ്യുന്നത്. ഇയാളെ കോടതിയിൽ നേരത്തെ നമുക്കറിയാവുന്നതാണ്, ഇയാളെ കോടതിയിൽ ഹാജരാക്കിയതിന് ശേഷമായിരിക്കും തുടർ നടപടികളിലേക്ക്, അതായത് കസ്റ്റഡിയിൽ ആവശ്യമുണ്ടായിരിക്കും, കസ്റ്റഡി വേണ്ടത് അനിവാര്യമായിരിക്കും. കസ്റ്റഡിയിൽ എടുത്തതിന് ശേഷം നമുക്കറിയാവുന്നതാണ്, നേരത്തെ അല്പസമയം മുമ്പ് നമ്മളോട് അന്ന് ഡേവിഡ് കോൾമാൻ ഹെഡ്ലിയെ ചോദ്യം ചെയ്യാനായി അമേരിക്കയിലെത്തിയ ലോക്നാഥ് ബെഹ്റ ഉൾപ്പെടെ പറയുന്നുണ്ട്, ഇയാളെക്കുറിച്ചുള്ള കൃത്യമായ സൂചന, തഹാവൂർ റാണയെക്കുറിച്ചുള്ള കൃത്യമായ സൂചന അവർക്കന്ന് ലഭിച്ചിരുന്നു എന്നാണ്. പക്ഷേ ആ സൂചനയിൽ നിന്നും തുടർന്ന് നടപടിയിലേക്ക് 2008 സംഭവമുണ്ടായി. 2009 ആ കാലഘട്ടത്തിൽ ഇത്തരത്തിൽ കോൾമാൻ ഹെഡ്ലിയുടെ ചോദ്യം ചെയ്യൽ നടക്കുമ്പോൾ ഡേവിഡ് കോൾമാൻ ഹെഡ്ലിക്ക് പ്ലോട്ടിംഗ് നടത്തി കൊടുത്തത്, അതായത് നമുക്കറിയാവുന്നതാണ് ഈ മുംബൈ പോലുള്ള നഗരങ്ങൾ പണ്ട് തന്നെ, അതായത് പാകിസ്ഥാൻ 1970കളിലൊക്കെ തന്നെ ലക്ഷ്യം വെച്ചൊരു പ്രദേശമാണ് മുംബൈ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ നേരത്തെ നമ്മൾ പറയുന്ന ബോംബെ പോർട്ട് സിറ്റി എന്നൊക്കെ പറയുന്നത് വളരെ കൃത്യമായി ലക്ഷ്യം വയ്ക്കുന്നൊരു പ്രദേശമാണ്. അത്തരത്തിൽ ലക്ഷ്യം വയ്ക്കുന്നൊരു പ്രദേശത്ത് ഒരു അരക്ഷിതാവസ്ഥ സൃഷ്ടിക്കുക, നമുക്കറിയാവുന്നതാണ് മുംബൈ നഗരത്തിൻ്റെ പ്രത്യേകത, നമുക്കറിയാവുന്നതാണ് വൻതോതിൽ ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്നൊരു പ്രദേശമാണ്. ഭാരതത്തിലെ ഏറ്റവും കൂടുതൽ പോപ്പുലേഷൻ ഡെൻസിറ്റിയുള്ള ഒരു പ്രദേശം കൂടിയാണത്. അതുകൊണ്ട് തന്നെ ഏത് രീതിയിലുള്ള ആക്രമണം അവിടെ നടന്നാലും വൻ തോതിലുള്ള കാഷ്വാലിറ്റികൾ ഉണ്ടാകാനും മരണങ്ങൾ ഉണ്ടാകാനും സാധ്യതയുണ്ട്. അത്തരത്തിൽ മരണങ്ങൾ ഉണ്ടാകുമ്പോൾ ആ സമൂഹത്തിനുണ്ടാകുന്ന ടെറർ മുതലാക്കുക എന്ന നീക്കം തന്നെയാണ് കൃത്യമായി പാകിസ്ഥാൻ ഇവർക്ക് പിന്തുണ നൽകുമ്പോൾ നടത്തിയത് എന്ന കാര്യത്തിലും തർക്കമില്ല. അത്തരത്തിലൊരു ആക്രമണം നടത്തുക, പലയിടങ്ങളിലായി ആക്രമണം നടത്തുക, ഒളിച്ചിരുന്ന ഒരു പ്രത്യേക രീതിയിൽ, അതുവരെ ഇല്ലാത്ത രീതിയിൽ ഒരു ആക്രമണം നടത്തുക, അതിന് കൃത്യമായി പ്ലോട്ടുകൾ കണ്ടെത്തുക. നമുക്കറിയാവുന്നതാണ് ട്രിഡൻ്റ് ഹോട്ടൽ, അതുപോലെ തന്നെ മറ്റ് പ്രധാനപ്പെട്ട ഇടങ്ങൾ, നരിമാൻ ഹൗസ് ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ കൃത്യമായ ആക്രമണം നടത്താനുള്ള നീക്കങ്ങളാണ് നടത്തിയത്. അതുപോലെ ടാറ്റയുടെ ഹെറിറ്റേജ് സെൻ്ററുകളിലെല്ലാം തന്നെ ഇത്തരത്തിൽ ആക്രമണം നടത്താനുള്ള കൃത്യമായ പ്ലോട്ടിംഗ് നടത്തിയത് ഈ തഹാവൂർ റാണയാണ് എന്നാണ് വ്യക്തമായ സൂചനകൾ ലഭിച്ചത്. നമുക്കറിയാവുന്നതാണ് 2011 ഇയാൾ അമേരിക്കയിൽ കസ്റ്റഡിയിലാവുന്നത് ഒരു ഡാനിഷ് ന്യൂസ് പേപ്പർ ഓഫീസ് ആക്രമിക്കുന്നതുമായി ബന്ധപ്പെട്ടാണ് ഇയാൾ പിടിയിലാകുന്നത്. അതിനുശേഷം അന്ന് മുതൽ ജയിലിൽ കഴിയുന്നുണ്ട്. ജയിലിൽ കഴിയുന്ന സമയത്താണ് ഭാരതത്തിന് ഇയാളെ വിട്ടുകിട്ടണമെന്നൊരാവശ്യവുമായി ഈ അടുത്ത കാലങ്ങളിൽ, അതായത് ഏതാണ്ട് നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം അതിനുള്ള നടപടിക്രമങ്ങൾ ആരംഭിച്ചതും ഔദ്യോഗികമായി കൃത്യമായ നിയമ നടപടികളും നയതന്ത്ര നീക്കങ്ങളും ആരംഭിച്ചത്. ഉടൻ തന്നെ ഇയാൾ തൻ്റെ പ്രതിരോധ നടപടികൾ അവിടെയുള്ള നീതിന്യായ വ്യവസ്ഥയിൽ ആരംഭിക്കുകയായിരുന്നു. അത് ഏറ്റവും പ്രധാനപ്പെട്ടത് നമ്മൾ എടുത്തു പറയേണ്ടത്, ഈ
നീതിന്യായ വ്യവസ്ഥയിൽ, അമേരിക്കയിലെ നിലനിൽക്കുന്ന നീതിന്യായ വ്യവസ്ഥയിലെ എല്ലാ കോടതികളിലും ഇയാളെ ഭാരതത്തിലേക്ക് തിരിച്ചയക്കുന്നത് സംബന്ധിച്ചുള്ള അല്ലെങ്കിൽ നാട് കടത്തുന്നത് സംബന്ധിച്ചുള്ള എല്ലാ പെറ്റീഷനുകളും തള്ളപ്പെട്ടു എന്നതാണ്. നമുക്കറിയാവുന്നതാണ് 97 മുതൽ ഭാരതം കുറ്റവാളികളെ കൈമാറുന്നതിന്, പ്രത്യേകിച്ച് ഭീകര സ്വഭാവമുള്ള കുറ്റകൃത്യങ്ങൾ ചെയ്തവരെ കൈമാറുന്നതിന് കൃത്യമായ ധാരണ 97 മുതലുണ്ട്. 99 അത് റാറ്റിഫൈ ചെയ്യുകയും അത് നടപ്പാവുകയും ചെയ്തിട്ടുണ്ട്. അത്തരത്തിൽ നടപ്പായ ധാരണയുടെ അടിസ്ഥാനത്തിലാണ് ഇന്ന് ഇയാളെ ഭാരതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവന്നിരിക്കുന്നത്. ഭാരതത്തിലേക്ക് നാട് കടത്തിയിരിക്കുന്നത് US എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അത്തരത്തിലുള്ള ധാരണ പ്രകാരം ഭാരതത്തിലേക്ക് നാട് കടത്തുന്ന ആ നടപടിക്രമത്തെ തടയുന്നതിന് കൃത്യമായ നീക്കങ്ങൾ നടത്തുകയും ചെയ്തു. US-ലെ ട്രയൽ കോടതി, അതായത് നമ്മുടെ ജില്ലാ കോടതി എന്നൊക്കെ പറയുന്നത് പോലുള്ള ട്രയൽ കോടതികളിലും, അതുപോലെ തന്നെ ഫസ്റ്റ് അപ്പീൽ കോടതി, ഹൈക്കോടതിക്ക് സമാനമായ കോടതികളിലും, അതുപോലെ തന്നെ സുപ്രീം കോടതിയിലും കൃത്യമായ നിയമ നടപടികൾ നീക്കിയെങ്കിലും അതിലൊന്നും തന്നെ വിജയിക്കാൻ റാണയ്ക്കായില്ല. പിന്നീടാണ് മറ്റൊരു സുപ്രധാനമായ നീക്കം നടത്തിയത്. ഈ ഡാനിഷ് ന്യൂസ് പേപ്പറിനെതിരായ ആക്രമണം നടത്തിയതിൻ്റെ പിന്നിലും ലഷ്കർ-ഇ തോയ്ബയാണ്. ലഷ്കർ-ഇ തോയ്ബയ്ക്ക് പിന്തുണ നൽകി എന്നതായിരുന്നു ആരോപണം ഇയാൾക്കെതിരെ ഉണ്ടായിരുന്നത്. കുറ്റകൃത്യം ഉണ്ടായിരുന്നതും ഇയാളെ ശിക്ഷിച്ചതും ആ കുറ്റകൃത്യത്തിലാണ്. അങ്ങനെയാണ് ഇയാൾ ജയിലിൽ കഴിയുന്നത്. അത്തരത്തിൽ കുറ്റകൃത്യത്തിൽ ശിക്ഷിക്കപ്പെട്ട് ജയിലിൽ കഴിയുമ്പോൾ ലഷ്കർ-ഇ തോയ്ബ തന്നെ നടത്തിയ മറ്റൊരു ആക്രമണത്തിന് പിന്തുണ നൽകിയെന്ന് പറയുന്ന ആ പ്രശ്നത്തിന് വീണ്ടും വിചാരണ നേരിടുന്നത് ഇരട്ട വിചാരണ ആയി മാറും. അത് തെറ്റാണ്, ഭാരതത്തിൻ്റെയും ലോകത്തെ ഏത് ഭരണഘടന പ്രകാരവും തെറ്റാണ് എന്ന മറ്റൊരു സെറോഷിയറി ഹർജിയാണ് പിന്നീട് അദ്ദേഹം സുപ്രീം കോടതിയിൽ നൽകിയത്, അമേരിക്കൻ സുപ്രീം കോടതിയിൽ നൽകിയത്. അതും തള്ളപ്പെട്ടു. അതിനുശേഷമാണ് ദയാഹർജിക്ക് സമാനമായ ഒരു എമർജൻസി പെറ്റീഷൻ, അതായത് ഭാരതത്തിൽ എത്തിച്ചു കഴിഞ്ഞാൽ അത് അയാളുടെ ആരോഗ്യത്തെ ബാധിക്കും അല്ലെങ്കിൽ അയാളുടെ ജീവന് ഭീഷണി ഉണ്ടാകുമെന്ന രീതിയിലുള്ള ചില പ്രസ്താവനകളൊക്കെ നടത്തി അന്തിമമായൊരു പെറ്റീഷനും കൂടി നൽകുകയായിരുന്നു. ആ പെറ്റീഷനാണ് 4-ാം തീയതി തള്ളപ്പെട്ടത്. 4-ാം തീയതി പരിഗണിക്കുകയും 7-ാം തീയതി അത് തള്ളിയെന്ന് US സുപ്രീം കോടതി ഔദ്യോഗികമായി അറിയിക്കുകയും ഉടൻ തന്നെ ഇയാളുടെ ഡിപ്പോർട്ടേഷൻ സാധ്യമാകുമെന്ന റിപ്പോർട്ടുകൾ നൽകുകയും ചെയ്തത്. മറ്റൊരു പ്രധാന നീക്കം ഭാരതത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടായത് ഈ നയതന്ത്ര തലത്തിലുള്ള നീക്കമാണ്. വിവിധങ്ങളായ നയതന്ത്ര തലത്തിലുള്ള നീക്കങ്ങളിൽ നമുക്കറിയാവുന്നതാണ് ഭാരതം മുന്നോട്ട് വയ്ക്കുന്ന ഒരു കാര്യമുണ്ട്. നമുക്ക് G20 രാഷ്ട്രങ്ങളുടെ സമ്മേളനത്തിലൊക്കെ വളരെ കൃത്യമായി അത് പ്രഖ്യാപിക്കപ്പെട്ടതുമാണ്. ഭീകരവിരുദ്ധ സഖ്യം അതിന് നേതൃത്വം നൽകുക എന്ന കൃത്യമായൊരു നീക്കം, ഭീകര ആക്രമണങ്ങൾക്കെതിരായൊരു നീക്കം അല്ലെങ്കിൽ എതിരായൊരു സംഘം ആയി മാറുക രാജ്യങ്ങളെല്ലാം എന്ന് തന്നെയാണ് കൃത്യമായി ഭാരതം മുന്നോട്ട് വയ്ക്കുന്ന ഒരാശയം. അതിനായി മയക്കുമരുന്ന് കടത്തിലൂടെ ഭീകരർ നേടുന്ന പണം തടയുന്നതിനൊക്കെ നടപടികൾ സ്വീകരിക്കുക, ഫിനാൻഷ്യൽ ആക്ഷൻ ടാസ്ക് ഫോഴ്സുകളുടെയൊക്കെ പ്രവർത്തനം സജ്ജമാക്കുക എന്നീ നീക്കങ്ങളെല്ലാം വളരെ കൃത്യമായി നടത്തുകയും ചെയ്തിരുന്നു ഭാരതം. അതിൻ്റെ ഭാഗമായി തുടർച്ചയായി ഇയാളെ തിരിച്ചു കൊണ്ടുവന്ന് ശിക്ഷിക്കുക എന്നത് അനിവാര്യമാണ് എന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയും പിന്നീട് നമുക്കറിയാവുന്നതാണ് ഫെബ്രുവരി 12-നാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അവസാനമായി അമേരിക്ക സന്ദർശിച്ചത്. ട്രംപ് അധികാരത്തിലെത്തിയതിന് ശേഷം അമേരിക്കയെ സന്ദർശിച്ച അദ്ദേഹത്തിൻ്റെ സംയുക്ത പ്രസ്താവനയിലും അദ്ദേഹം ട്രംപുമായുള്ള കൂടിക്കാഴ്ചയിൽ കൃത്യമായി ആവശ്യം ഉന്നയിക്കുകയും ട്രംപ് തന്നെ സംയുക്ത പ്രസ്താവനയിൽ ഈ തഹാവൂർ റാണയെ ഭാരതത്തിന് വിട്ടു നൽകും, അവിടെ വിചാരണ അയാൾ നേരിടണം, വിട്ടു നൽകുക തന്നെ ചെയ്യുമെന്ന് പറയുകയും ചെയ്തത്. അന്ന് ഈ സെറോഷിയറി ഹർജി മാത്രമായിരുന്നു വരെയായുള്ള നടപടികളായിരുന്നു പൂർണ്ണമായിരുന്നത്. അതിനുശേഷമാണ് വീണ്ടും പരാതി നൽകുകയും ചെയ്തത്. ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം ഇന്ന് ഭാരതത്തിലേക്ക് ഇയാളെ തിരിച്ചെത്തിച്ചിരിക്കുകയാണ്, അല്ലെങ്കിൽ കൊണ്ടുവന്നിരിക്കുകയാണ്. നമുക്കറിയാവുന്നതാണ് ഭാരതത്തിൽ ഇയാൾ എത്തിയിട്ടുണ്ട് എന്നതൊരു യാഥാർത്ഥ്യം തന്നെയാണ് അന്ന് ഈ ആക്രമണം നടന്ന സാഹചര്യത്തിൽ. അതുപോലെ തന്നെ കൊച്ചിയിലും എത്തിയിട്ടുണ്ടെന്ന് അന്ന് NIA-യുടെ അധ്യക്ഷനായിരുന്ന NIA മേധാവിയായിരുന്ന ലോക്നാഥ് ബെഹ്റ കൃത്യമായി അറിയിക്കുകയും ചെയ്യുന്നുണ്ട്. അതിൽ നിന്നെല്ലാം തന്നെ നമുക്ക് വായിച്ചെടുക്കാൻ സാധിക്കുന്ന നിരവധിയായ വിഷയങ്ങളുണ്ട്. ഇത്തരത്തിൽ കൃത്യമായ ഒരു ആസൂത്രണം നടത്തി ഭാരതത്തിലേക്ക് വരുന്നത് തടയാനുള്ള എല്ലാ നീക്കവും തഹാവൂർ റാണയുടെ ഭാഗത്തു നിന്ന് തുടർച്ചയായി ഉണ്ടാവുകയും ചെയ്തിരുന്നു. ഇതിനെല്ലാം മറികടന്നാണ് ഇന്ന് ഇയാളെ ഭാരതത്തിൽ എത്തിച്ചിരിക്കുന്നത്. ഇനി സ്വാഭാവികമായ നടപടികൾ, അതായത് ഇയാളെ അറസ്റ്റ് രേഖപ്പെടുത്തി എന്നാണ് അല്പസമയം മുമ്പ് ഗൗതം റിപ്പോർട്ട് ചെയ്തത്. അറസ്റ്റ് രേഖപ്പെടുത്തി 24 മണിക്കൂറിനകം ഏതെങ്കിലും ബന്ധപ്പെട്ട ഒരു കോടതിയിൽ ഹാജരാക്കുക, അല്ലെങ്കിൽ ആ മേഖലയിൽ ഒരു കോടതിയിൽ ഹാജരാക്കുക എന്നുള്ളതാണ് ഇനി അടുത്ത നടപടി. അത്തരത്തിൽ കോടതിയിൽ ഹാജരാക്കുന്നതിന് ഈ സെക്യൂരിറ്റി വിഷയങ്ങളെല്ലാം ഉള്ളതുകൊണ്ട് തന്നെ മുംബൈ ഭീകരാക്രമണ കേസിലെ പ്രതി തഹാവൂർ ഹുസൈൻ റാണയെ ഡൽഹിയിൽ എത്തിച്ചു, അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഔദ്യോഗികമായി NIA ഇക്കാര്യം സ്ഥിരീകരിച്ചു കഴിഞ്ഞു. ഗൗതം അനന്തനാരായണൻ ചേരുന്നുണ്ട് ഡൽഹിയിൽ നിന്ന്. ഗൗതം, റാണയെ എങ്ങോട്ടാണ് കൊണ്ടുപോകുന്നതെന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും വ്യക്തമായ അല്ലെങ്കിൽ സ്ഥിരീകരണങ്ങളൊന്നും പുറത്തേക്ക് വരുന്നില്ല എന്ന് തന്നെ അറിയാൻ സാധിക്കുന്നുണ്ട്. റാണയെ കൊണ്ടുപോകുന്ന ദൃശ്യങ്ങളടക്കം നമുക്ക് ലഭിക്കാൻ ഒരു സാഹചര്യവുമില്ല, കാരണം അത്രത്തോളം സുരക്ഷയാണ് ഈ കൊണ്ടുപോകുന്ന വഴികളിലെല്ലാം ഒരുക്കിയിരിക്കുന്നത്. മാധ്യമങ്ങൾക്ക് പോലും ഇവിടങ്ങളിലെല്ലാം വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ടല്ലോ ഗൗതം. ദേവിക, മാധ്യമങ്ങൾക്കുൾപ്പെടെ
നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. കാരണം നേരത്തെ സൂചിപ്പിച്ചതുപോലെയാണ് വലിയ സുരക്ഷാ ക്രമീകരണങ്ങൾക്കിടയിലൂടെയാണ് ഈ കൊടും ഭീകരനെ ഇനിയും ചോദ്യം ചെയ്യാനുള്ള സ്ഥലത്തേക്ക് ദേശീയ അന്വേഷണ ഏജൻസി കൊണ്ടുപോകുന്നത്. ഇയാൾക്ക് നേരെ ഒരു തരത്തിലുമുള്ള ആക്രമണങ്ങളോ മറ്റും ഉണ്ടാകരുത് എന്നത് കേന്ദ്ര ഏജൻസിയുടെയും രാജ്യത്തിൻ്റെയും ആവശ്യമാണ്. കാരണം ഇയാളെ ചോദ്യം ചെയ്യുന്നതിലൂടെ വളരെ സുപ്രധാനമായ തെളിവുകൾ നമ്മുടെ കേന്ദ്ര ഏജൻസികൾക്ക് ലഭിക്കാൻ പോകുന്നു. അതിനാൽ പഴുതടച്ചുള്ള സുരക്ഷ ഒരുക്കിക്കൊണ്ട് അത്തരം നീക്കങ്ങൾ നടത്തിയാണ് ഇയാളെ ചോദ്യം ചെയ്യലിനായി ഇനിയും തീഹാർ ജയിലിലേക്കോ അതല്ലെങ്കിൽ NIA ആസ്ഥാനത്തേക്കോ അത് സംബന്ധിച്ചൊരു വ്യക്തത ഇപ്പോഴും കേന്ദ്ര ഏജൻസികൾ നൽകുന്നില്ല. അതിനിടെ വളരെ ശ്രദ്ധേയമായ ഒരു പ്രതികരണം പാകിസ്ഥാന്റെ ഭാഗത്ത് നിന്ന് വന്നിരിക്കുന്നു എന്നതുകൂടി ഈ ഘട്ടത്തിൽ നമ്മൾ ഓർമ്മപ്പെടുത്തേണ്ടതാണ്. പാകിസ്ഥാന്റെ വിദേശകാര്യ വക്താവ് ഇന്നിപ്പോൾ പറഞ്ഞിരിക്കുന്നത് തഹാവൂർ റാണ എന്നത് തങ്ങളുടെ പൗരനല്ല എന്നുള്ളതാണ്. വളരെ രസകരമായ ഒരു പ്രതികരണമാണ് പാകിസ്ഥാൻ ഈ ഘട്ടത്തിൽ നടത്തുന്നത്. നമുക്കറിയാം തഹാവൂർ റാണയാണെങ്കിലും ഡേവിഡ് കോൾമാൻ ഹെഡ്ലി ആണെങ്കിലും ഇരുവരും പാകിസ്ഥാനിൽ ജനിച്ച് പിന്നീട് പാകിസ്ഥാനിൽ പട്ടാളത്തിൻ്റെ ഉൾപ്പെടെ ഭാഗമായി പ്രവർത്തിക്കുകയും അവിടെ നിന്നാണ് പാക് കേന്ദ്രീകൃത ഭീകര സംഘടന ലഷ്കർ-ഇ-തോയ്ബയുടെയൊക്കെ ഭാഗമാകുന്നത്. അതിനുശേഷം പിന്നീട് കാനഡയിലേക്ക് കുടിയേറുകയും കനേഡിയൻ പൗരത്വം എടുത്തതിന് ശേഷം ഈ വിദേശ രാജ്യങ്ങളിൽ നിന്നുകൊണ്ട് പാകിസ്ഥാന് വേണ്ടി പ്രവർത്തിച്ച രണ്ട് കൊടും ഭീകരന്മാരാണ് ഡേവിഡ് കോൾമാൻ ഹെഡ്ലി. അതോടൊപ്പം തന്നെ ഇപ്പോൾ നമ്മൾ ഇന്ത്യയിലേക്ക് എത്തിച്ചിരിക്കുന്ന മറ്റൊരു കൊടും ഭീകരൻ തഹാവൂർ റാണയും. എന്നാൽ പാകിസ്ഥാന്റെ വിദേശകാര്യ വക്താവ് ഇന്നിപ്പോൾ പറയുന്നത് ഞങ്ങൾക്ക് ഈ വ്യക്തികളുമായി ബന്ധമില്ല. അതായത് ഇവർ കഴിഞ്ഞ 2 പതിറ്റാണ്ടായി, അതായത് 20 വർഷമായി പാകിസ്ഥാൻ പൗരത്വം പുതുക്കിയിട്ടില്ല. അതിനാൽ ഡേവിഡ് ഹെഡ്ലിയോ അതല്ലെങ്കിൽ തഹാവൂർ ഹുസൈൻ റാണയുമായി ഞങ്ങൾക്ക് ഒരു ബന്ധവും ഇപ്പോഴില്ല, ഞങ്ങളുടെ പൗരന്മാരല്ല എന്നൊരു പ്രതികരണം പാകിസ്ഥാൻ നടത്തി എന്നതുകൂടി നമ്മൾ ഈ ഘട്ടത്തിൽ ഓർമ്മിപ്പിക്കണം. കാരണം ഇന്ത്യ ഈ നടത്തിക്കൊണ്ടിരിക്കുന്ന ചടുലമായ നീക്കങ്ങൾ തീർച്ചയായും പാകിസ്ഥാനിലെ ഭരണകൂടത്തിന് ഉറക്കമില്ലാത്ത രാത്രിയും സ്വസ്ഥതയില്ലാത്ത പകലും സമ്മാനിക്കുന്നു എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. കാരണം ഈ ചോദ്യം ചെയ്യൽ വരും ദിവസങ്ങളിൽ പുരോഗമിക്കുന്ന ഘട്ടത്തിൽ പാകിസ്ഥാൻ രാഷ്ട്രീയം അല്ലെങ്കിൽ പാകിസ്ഥാന്റെ ഭരണകൂടങ്ങൾ കാലാകാലങ്ങളായി സംരക്ഷിച്ചു പോരുന്ന ഹാഫിസ് സയ്യിദ് ആണെങ്കിലും അതോടൊപ്പം തന്നെ ജെയ്ഷെ മുഹമ്മദിന്റെ തലവനായിട്ടുള്ള മസൂദ് അസർ ആണെങ്കിലും ഇത്തരം ഭീകരശക്തികളെല്ലാം പാകിസ്ഥാൻ കാലാകാലങ്ങളായി സംരക്ഷിച്ചു പോരുന്നുണ്ട്. അങ്ങനെ പാകിസ്ഥാൻ നടത്തുന്ന നിഴൽ യുദ്ധവും അതോടൊപ്പം തന്നെ പാകിസ്ഥാൻ കേന്ദ്രീകൃതമായി നടന്നുകൊണ്ടിരിക്കുന്ന ഇസ്ലാമിക ഭീകരവാദ പ്രവർത്തനങ്ങളുടെയും കൃത്യമായ തെളിവുകൾ ഇയാളെ ചോദ്യം ചെയ്യുന്നതിലൂടെ ഇന്ത്യക്ക് ലഭിക്കും എന്നത് കൃത്യമായി തന്നെ പാകിസ്ഥാനിലെ ഇപ്പോഴത്തെ ഭരണകൂടം മനസ്സിലാക്കുകയാണ്. അതുകൊണ്ടാകാം ഒരുപക്ഷേ പാക് വിദേശകാര്യ വക്താവ് ഇപ്പോൾ തഹാവൂർ ഹുസൈൻ റാന തങ്ങളുടെ പൗരനല്ല, മറിച്ച് കഴിഞ്ഞ 20 വർഷക്കാലമായി പാകിസ്ഥാന്റെ പൗരത്വം ഇയാൾക്കില്ല എന്ന ഒരു പ്രതികരണം ഇന്നിപ്പോൾ നടത്തിയിരിക്കുന്നത്. ദേവിക. ശരി, ഐസൻ ജോസ് കൂടി ചേരുകയാണ്. ഐസൻ, ഈ ഒരു ഘട്ടത്തിൽ വളരെയധികം സുരക്ഷാ സംവിധാനങ്ങളെല്ലാം രാജ്യ തലസ്ഥാനത്ത് ഒരുക്കിയിട്ടുണ്ട്. ഇനിയും ഒരു ആക്രമണം ഉണ്ടാകാനുള്ള സാധ്യത മുന്നിൽ കണ്ടാണ് കൂടുതൽ സുരക്ഷാ സംവിധാനങ്ങൾ ഒരുക്കിയിരിക്കുന്നത്. കാരണം തഹാവൂർ റാണയ്ക്ക് പരിക്കേൽക്കരുത് അല്ലെങ്കിൽ തഹാവൂർ റാണയ്ക്ക് ഒന്നും സംഭവിക്കരുത് എന്നത് ഭാരതത്തിന്റെ ആവശ്യമാണ്. കാരണം ഇതിന് പിന്നിൽ ആരൊക്കെയായിരുന്നു അല്ലെങ്കിൽ ആക്രമണത്തിന് പിന്നിലെ കൂടുതൽ കണ്ണുകൾ ആരൊക്കെ എന്ന് ഇനി അറിയണമെങ്കിൽ തഹാവൂർ റാണയെ കൃത്യമായി ചോദ്യം ചെയ്തേ മതിയാകുകയുള്ളൂ. മാത്രമല്ല ചില രഹസ്യ കേന്ദ്രങ്ങളിലേക്ക് അടക്കം മാറ്റി ചോദ്യം ചെയ്യാനുള്ള സാധ്യതകൾ കാണുന്നുണ്ടല്ലേ? തീർച്ചയായും ദേവിക, ചോദ്യം ചെയ്യൽ അതിസങ്കീർണവും അതായത് ആധുനിക ശാസ്ത്രീയ സംവിധാനങ്ങൾ ഉപയോഗിച്ചുള്ള ചോദ്യം ചെയ്യൽ തന്നെ ഇയാൾക്കെതിരെ നടത്തേണ്ടി വരുമെന്നതാണ് യാഥാർത്ഥ്യം. നമുക്കറിയാവുന്നതാണ് ഇത്തരത്തിലൊരു ഭീകര സ്വഭാവമുള്ള ഇടപാട് കാലങ്ങളായി നടത്തുകയും അതിനെ ശക്തമായി പ്രതിരോധിക്കുകയും അതിനുള്ള ചോദ്യം ചെയ്യലുകളും നിയമ നടപടികളെ ശക്തമായി പ്രതിരോധിക്കുകയും ചെയ്ത ഒരു പശ്ചാത്തലമുള്ള ഒരു ആളാണ് തഹാവൂർ റാണ എന്നത് തന്നെയാണ് ഇതിലെ ഏറ്റവും വലിയ വെല്ലുവിളിയായി നിലനിൽക്കുന്നത്. മറ്റൊരു സുപ്രധാന വിഷയം എടുത്തു പറയേണ്ടത്, ഇദ്ദേഹം ഈ പാകിസ്ഥാനിൽ പട്ടാളക്കാരനൊക്കെയായി പ്രവർത്തിച്ച അല്ലെങ്കിൽ പട്ടാള ഡോക്ടറായി പ്രവർത്തിച്ച അനുഭവങ്ങളൊക്കെയുള്ള ഒരു ആൾ കൂടിയാണ്. അതുകൊണ്ട് തന്നെ കുറേയൊക്കെ ഈ വിഷയങ്ങളിലെല്ലാം തന്നെ കൃത്യമായ ഒളിച്ചുകളി നടത്താനുള്ള ഒരു സാധ്യത, വളരെ കൃത്യമായ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ആധുനിക ശാസ്ത്രീയ സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ടുള്ള കൃത്യമായ ചോദ്യം ചെയ്യൽ ഇയാൾക്കെതിരെ നടത്തേണ്ടി വരും എന്ന കാര്യത്തിലും തർക്കമില്ല. അതുകൊണ്ട് തന്നെ രഹസ്യ കേന്ദ്രങ്ങളിലും അതുപോലെ തന്നെ ശാസ്ത്രീയ കുറ്റാന്വേഷണ സംവിധാനങ്ങൾ നിലനിൽക്കുന്ന അത്യാധുനിക ചോദ്യം ചെയ്യൽ റൂമുകളിലെല്ലാം തന്നെ ചോദ്യം ചെയ്യൽ നടക്കേണ്ടി വരും. അതിനുള്ള നീക്കങ്ങൾ കൃത്യമായി നടത്തേണ്ടി വരുമെന്ന കാര്യത്തിലും രണ്ടഭിപ്രായമില്ല എന്നതാണ് ഏറെ പ്രാധാന്യമറിയിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഈ ചോദ്യം ചെയ്യൽ ഏറെ പ്രൊഫഷണലായി തന്നെ നടത്തേണ്ടി വരും എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നേരത്തെ ചില സൂചനകളെല്ലാം ലഭിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ അജിത് ഡോവൽ നേരിട്ട് ചോദ്യം ചെയ്യലിൽ പങ്കെടുക്കാനുള്ള സാധ്യത പോലും ഉണ്ട് എന്ന സൂചനകളെല്ലാം തന്നെ പുറത്തു വരികയും ചെയ്തിരുന്നു. അതുകൊണ്ട് തന്നെ അതീവ രഹസ്യ സ്വഭാവത്തിൽ ഏറെ സങ്കീർണമായ ഈ ചോദ്യം ചെയ്യൽ നടക്കേണ്ടത് അനിവാര്യമാണ്. അതിൽ ഏറ്റവും സുപ്രധാന ഘടകം നേരത്തെ ദേവിക സൂചിപ്പിച്ച കാര്യം തന്നെയാണ്. ഇയാൾ ഏത് രീതിയിലാണ് മുംബൈ ഭീകരാക്രമണ കേസിൽ ഇടപെട്ടത് അല്ലെങ്കിൽ ആ ആക്രമണം പ്ലോട്ട് ചെയ്യുന്നതിന് ഇടപെട്ടത്,
അത് ഏതൊക്കെ രീതിയിൽ ഇയാൾക്ക് വിവരങ്ങൾ ലഭിച്ചു? നമുക്കറിയാവുന്നതാണ്, ഈ പ്രദേശത്തെത്തിയാൽ ഈ ഭീകരാക്രമണം നടക്കുന്ന പ്രദേശത്തെ 2 ഇടങ്ങളിൽ, അതായത് CST ടെർമിനലിലും അതുപോലെ തന്നെ ഈ മുംബൈ തീരത്തുള്ള, അതായത് ഗേറ്റ് ഓഫ് ഇന്ത്യയുടെ തീരത്തുള്ള ഈ 2 ഹോട്ടലുകളിലും ട്രിഡൻ്റ് ഹോട്ടലിലും എല്ലാം തന്നെ ഇത്തരത്തിൽ ആക്രമണം നടത്തുന്നതിന് കൃത്യമായ വിവരങ്ങൾ ലഭിക്കേണ്ടതുണ്ട്. അത്തരത്തിൽ വിവരങ്ങൾ ലഭിക്കുന്നതിന് വേണ്ടി കൃത്യമായ നടപടികൾ ഉണ്ടാകേണ്ടതുണ്ട്, അല്ലെങ്കിൽ നീക്കങ്ങളും ആസൂത്രണങ്ങളും ഉണ്ടാകേണ്ടതുണ്ട്. അതുപോലെ തന്നെ ഈ കടൽ വഴി കടന്നു വരുമ്പോൾ കോസ്റ്റ് ഗാർഡിൻ്റെയും ഇന്ത്യൻ നാവികസേനയുടെയും എല്ലാം തന്നെ, അതുപോലെ തന്നെ പോർട്ട്, മുംബൈ പോർട്ട് ഏറ്റവും സുപ്രധാനമായ പോർട്ടാണ്. ഇവയുടെ സുരക്ഷാ സംവിധാനങ്ങളെല്ലാം തന്നെ മറികടന്ന് എത്തുന്നതിന് ഏത് രീതിയിലുള്ള സുരക്ഷാ സംവിധാനങ്ങളുടെ ബ്രീച്ചാണ് ഇയാൾ നടത്തിയത് എന്ന് സംബന്ധിച്ച് കൃത്യമായ അന്വേഷണം നടത്തേണ്ടി വരും. അത് ഏത് രീതിയിലാണ് അതിനെ മാനിപ്പുലേറ്റ് ചെയ്യാൻ സാധിച്ചത്? നമുക്കറിയാവുന്നതാണ്, മീൻപിടുത്ത വള്ളങ്ങളിലൊക്കെ എത്തിയെന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. അത്തരത്തിലുള്ള ഏതെങ്കിലും ഇടപെടൽ ഇവിടെയുള്ള പ്രാദേശികമായി ലഭ്യമായിട്ടുണ്ടോ? ഇത്തരത്തിൽ നിരവധിയായ വിഷയങ്ങൾ ചോദ്യം ചെയ്യാൻ നിലനിൽക്കുന്നു എന്നതൊരു യാഥാർത്ഥ്യം തന്നെയാണ്. അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള ചോദ്യം ചെയ്യൽ നടത്തി ഇനിയും കൃത്യമായ നീക്കങ്ങൾ, ഏത് രീതിയിലാണ് പാകിസ്ഥാൻ്റെ ഭാഗത്തു നിന്ന് ആക്രമണങ്ങൾ ഉണ്ടാവുക എന്ന് കൃത്യമായി തിരിച്ചറിഞ്ഞ് തുടർ പ്രതിരോധം തയ്യാറാക്കുന്നതിനും അനിവാര്യമാണ് ഇയാളുടെ കയ്യിൽ നിന്ന് ലഭ്യമാകുന്ന വിവരങ്ങൾ എന്നതാണ് ഏറ്റവും പ്രാധാന്യമുള്ള വിഷയം. മറ്റൊരു സുപ്രധാന ഘടകം എടുത്തു പറയേണ്ടത്, അമേരിക്കയിൽ നിന്ന് നീതിന്യായ വ്യവസ്ഥ, റൂൾ ഓഫ് ലോ പുലരുന്ന ഒരു രാജ്യത്ത് നിന്ന് ഭാരതത്തിൻ്റെ കൃത്യമായ ആവശ്യം തിരിച്ചറിഞ്ഞുകൊണ്ട് ഭാരതത്തിന് വിട്ടു നൽകിയ ഒരു പ്രതിയാണ്. അതുകൊണ്ട് തന്നെ നീതിന്യായ വ്യവസ്ഥയിൽ കൃത്യമായ നീതിപൂർവമായ വിചാരണ ഇയാൾക്ക് നൽകേണ്ടതുണ്ട്. അത് ഭാരതത്തിൻ്റെ സംവിധാനമായാലും ലോകത്ത് എവിടെയുള്ള സംവിധാനങ്ങളായാലും നീതിപൂർവമായ വിചാരണയും ഇയാളുടെ സുരക്ഷയും ഉറപ്പാക്കുക എന്ന ഉത്തരവാദിത്വമുണ്ട്. സ്വാഭാവികമായും ഇത്തരം കാര്യങ്ങളിലെല്ലാം തന്നെ അതീവ ഗൗരവമുള്ള ജാഗ്രത പുലർത്തേണ്ടത് അനിവാര്യമാണ് എന്ന കാര്യത്തിലും തർക്കമില്ല. ആ ഒരു സാഹചര്യത്തിൽ തന്നെയാണ് ഇത്തരത്തിൽ കനത്ത സുരക്ഷാ സംവിധാനങ്ങൾ ഒരുക്കുന്നത്. നമുക്കറിയാവുന്നതാണ്, തിഹാർ ജയിലിലൊക്കെ അതുപോലെ തന്നെ മുംബൈയിലെ ജയിലിലുമെല്ലാം തന്നെ അജ്മൽ കസബിൻ്റെ വിചാരണയെല്ലാം തന്നെ നടന്നത് ഇത്തരത്തിലുള്ള അതീവ സുരക്ഷാ സംവിധാനങ്ങളുള്ള ചില പ്രദേശങ്ങളിലാണ്. അത്തരത്തിൽ അതീവ സുരക്ഷാ സംവിധാനമുള്ള പ്രദേശങ്ങളിൽ ഇയാൾക്കെതിരെ വിചാരണ നടത്തേണ്ടി വരും, ഇയാളെ ചോദ്യം ചെയ്യേണ്ടി വരും. അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ ഒരു തരത്തിലും വിവരങ്ങൾ പുറത്തുപോയാൽ അത് ഏത് രീതിയിലും വെല്ലുവിളിയാകാനും ഇയാളുടെ ജീവന് ഭീഷണിയാകാനും, അല്ലെങ്കിൽ ഇയാളെ ചോദ്യം ചെയ്യുന്ന ഉന്നത ഉദ്യോഗസ്ഥരുടെയും ആ പരിസരത്തുള്ള സാധാരണ മനുഷ്യരുടെയും ജീവന് ഭീഷണിയാകാനുള്ള സാധ്യതയുമുണ്ട് എന്ന തിരിച്ചറിവിൻ്റെ കൂടി അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിൽ വളരെ രഹസ്യ സ്വഭാവത്തോടെ ഈ കാര്യങ്ങളെല്ലാം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. മുംബൈ ഭീകരാക്രമണ കേസിലെ പ്രതി തഹാവൂർ ഹുസൈൻ റാണയെ ഡൽഹിയിൽ എത്തിച്ചു, അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഔദ്യോഗികമായി തന്നെ NIA ഇക്കാര്യം സ്ഥിരീകരിച്ചു. ഗൗതം അനന്തനാരായണൻ ഡൽഹിയിൽ നിന്ന് ചേരുന്നുണ്ട്. ഗൗതം, സമയം വൈകും തോറും നടപടിക്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. വൈദ്യപരിശോധനയടക്കം പാലം വിമാനത്താവളത്തിനുള്ളിൽ വെച്ച് തന്നെ നടക്കുന്നു എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. ഏറ്റവും പുതിയ അപ്ഡേറ്റ് എന്താണ് അവിടെ നിന്ന് ലഭിക്കുന്നത്? ദേവിക, ഒരുപക്ഷെ നേരിട്ട് കോടതിയിൽ ഹാജരാക്കാനുള്ള സാധ്യതയും നമുക്ക് തള്ളിക്കളയാനാവില്ല. ഈ വിമാനത്താവളത്തിൻ്റെ 4-ാം നമ്പർ ഗേറ്റ് വഴി ഈ വാഹനം പുറത്തേക്ക് വന്നു എന്നത് സംബന്ധിച്ചുള്ള ചില റിപ്പോർട്ടുകൾ ലഭിക്കുന്നുണ്ട്. പക്ഷേ ഈ കാര്യത്തിൽ ഔദ്യോഗികമായ സ്ഥിരീകരണം നമുക്ക് നൽകാൻ കഴിയുന്നില്ല. എന്തായാലും ഇന്നിനിയും നടക്കേണ്ട നടപടിക്രമങ്ങൾ ഒന്ന് കോടതിയുമായി ബന്ധപ്പെട്ടതാണ്. കാരണം ഒരു കേസിലെ പ്രതി എന്ന നിലയിൽ സ്വാഭാവികമായും NIA കോടതിക്ക് മുമ്പാകെ ഇയാളെ ഹാജരാക്കുന്നു. ഇത്ര ദിവസത്തെ കസ്റ്റഡി കാലാവധി വേണം എന്ന ഒരു ആവശ്യം സ്വാഭാവികമായും ദേശീയ അന്വേഷണ ഏജൻസി കോടതിക്ക് മുമ്പാകെ വയ്ക്കും. അതിൻ്റെ അടിസ്ഥാനത്തിൽ കോടതിയാണ് ഇനിയും എത്ര ദിവസത്തെ കസ്റ്റഡിയിലാണ് ഈ കൊടും ഭീകരനെ വിട്ടയക്കേണ്ടത് എന്നത് സംബന്ധിച്ചുള്ള തീരുമാനമെടുക്കുക. അതിനുശേഷമാകും ഈ 12-അംഗ സംഘം തഹാവൂർ ഹുസൈൻ റാണയെ വിശദമായി ചോദ്യം ചെയ്ത് തുടങ്ങുന്നത്. ആ ചോദ്യം ചെയ്യലിലാണ് നേരത്തെ നമ്മൾ പലതവണ സൂചിപ്പിച്ചതുപോലെ സുപ്രധാനമായ തെളിവുകൾ, പ്രത്യേകിച്ച് 2008-ലെ മുംബൈ ഭീകരാക്രമണം, അതോടൊപ്പം തന്നെ 2004 മുതൽ 2009 വരെയുള്ള കാലയളവിൽ നമ്മുടെ രാജ്യത്തെ മെട്രോ നഗരങ്ങളിലും അതോടൊപ്പം തന്നെ തീർത്ഥാടന കേന്ദ്രങ്ങളിലുമൊക്കെ തുടർച്ചയായി നടന്ന സ്ഫോടന പരമ്പരകളും ഭീകരാക്രമണങ്ങളും, അത്തരം വിഷയങ്ങളിൽ പാകിസ്ഥാൻ ചാരസംഘടനയായ ISIക്കും അതോടൊപ്പം തന്നെ പാകിസ്ഥാനിലെ പ്രധാനപ്പെട്ട ഭീകര സംഘടനകളായ ലഷ്കർ ഇ തൊയ്ബ, അതുപോലെ ജെയ്ഷെ മുഹമ്മദ് തുടങ്ങിയ ഭീകര സംഘടനകളുടെ തലവന്മാർ, അതിൻ്റെ പ്രധാനപ്പെട്ട കമാൻഡർമാരും അതോടൊപ്പം മസൂദ് അസർ, ഹാഫിസ് സയ്യിദ് തുടങ്ങിയ കൊടും ഭീകരന്മാർ, ഇവർക്കൊക്കെയുള്ള റോൾ എന്താണ്, അതുപോലെ തന്നെ ISIയുടെ പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥർ ഇതിൽ വഹിച്ചിട്ടുള്ള പങ്കെന്താണ്, ഇത്തരം വിഷയങ്ങളിലൊക്കെ സമഗ്രമായ ചോദ്യം ചെയ്യലിലൂടെ കൃത്യമായ വിവരങ്ങൾ കേന്ദ്ര ഏജൻസികൾക്ക് ലഭിക്കുമെന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ വരും മണിക്കൂറുകളിൽ മാത്രമേ ഇതുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ സ്ഥിരീകരണങ്ങൾ ലഭിക്കുകയുള്ളൂ. മുംബൈ ഭീകരാക്രമണ കേസിലെ പ്രതി തഹാവൂർ ഹുസൈൻ റാണയെ ഡൽഹിയിൽ എത്തിച്ചു കഴിഞ്ഞു. അറസ്റ്റ് രേഖപ്പെടുത്തിയ ഔദ്യോഗികമായി തന്നെ NIA ഇക്കാര്യം സ്ഥിരീകരിച്ചു. ഡൽഹിയിൽ നിന്ന് ഗൗതം അനന്തനാരായണനൊപ്പം ഐസൺ ജോസുമാണ് വിവരങ്ങൾ നൽകിയത്. ഇടവേളയ്ക്ക് ശേഷം ജനം ഡിബേറ്റ് കാണാം. നമസ്തേ.